നീ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കോ, പടച്ചവനെ, മുത്തുനബിയല്ലേ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തന്ന 7 അടയാളമാണല്ലോ. ഈ 7 അടയാളത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എന്റെ ജീവിതത്തിലുണ്ടോ തമ്പുരാന്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരവിടെന്ന് വയത് കേൾക്കുന്നവർ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അള്ളാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹത്തുകളാക്കണേ അല്ലാ. പടച്ചവനെ, നീ അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, 7 അടയാളത്തിൽ ഒന്നാമത്തെ അടയാളം എന്താണ്? സാലിഹത്തായ പെണ്ണിന്റെ 7 അടയാളത്തിൽ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ നളറ ഇലൈഹാ സർറതുഹു. സാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അള്ളാന്റെ റസൂല് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ആ പെണ്ണിന്റെ മുഖമൊന്ന് കണ്ടു കഴിഞ്ഞാൽ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അവളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഭർത്താവിന് സന്തോഷമുണ്ടാവുകയാണ്, ഭർത്താവിന്റെ സർവ്വ ടെൻഷനും മാറുകയാണ്, ഭർത്താവിന് സമാധാനമാണ്. പടച്ചവനെ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം കണ്ടാൽ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാ. അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിന് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ അവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഓരോ മനുഷ്യനും ചിന്തിച്ചു നോക്ക്. നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും കടന്നു വരുമ്പോ നിന്റെ ഭാര്യയുടെ മുഖം കണ്ടാ നിനക്ക് സമാധാനം കിട്ടുമോ? നിനക്ക് സന്തോഷമുണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇവിടെ ഇരുന്നു കൊണ്ട് കണക്ക് കൂട്ടിയാൽ ആ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയവരാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ പ്രയാസങ്ങൾ പറയേണ്ടത് ആരോടാണ് ഷെയർ ചെയ്യേണ്ടത്? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രം എടുത്തു നോക്ക്. 40 വയസ്സുള്ള അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് വിവാഹം കഴിച്ചതാരെയാണ്? പ്രവാചകൻ 25 വയസ്സു, പ്രവാചകനെക്കാളും 15 വയസ്സ് കൂടുതലുള്ള മഹ്ദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ. 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ബീവിയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വിവാഹം കഴിച്ചത്. 63ാമത്തെ വയസ്സിലാണ് മുത്തുനബി വഫാത്തായത്. പക്ഷേ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പും അള്ളാഹുവിന്റെ റസൂല് ഖദീജ എന്ന് കേട്ടാൽ റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുമായിരുന്നു. പ്രവാചകൻ 63ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. പ്രവാചകന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ ഒന്നാമത്തെ ഭാര്യയായ ഖദീജയുടെ പേര് കേട്ടാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് സംസാരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി എന്തെന്നറിയുവോ? എന്റെ ഖദീജ അങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി തന്റെ ഭാര്യമാരോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ, റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ ഇറച്ചിക്കറി വെച്ചാൽ ആദ്യം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഖദീജയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ഖദീജ ഖദീജയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധം വരാനുള്ള കാരണം എന്താ? അവിടെയാണ് പഠിക്കേണ്ടത്. 15 വയസ്സ് കൂടുതലുള്ള ഭാര്യയുടെ കൂടെ ജീവിച്ച മുത്തുനബി 50ാമത്തെ വയസ്സ് വരെ ഖദീജ ബീവിയുടെ കൂടെ
കൂടെയാണ് ജീവിച്ചത്. 25 വർഷക്കാലം ഭാര്യയുടെ കൂടെ ജീവിച്ചു. ഒറ്റ ഭാര്യയെ ഖദീജ ബീബി മരിക്കുന്നത് വരെ അല്ലാഹുവിന്റെ റസൂല് വേറെ ഒരു വിവാഹം കഴിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജയാരാ? ഖദീജയാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പടച്ചവനെ 40ാമത്തെ വയസ്സിൽ ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് പരിശുദ്ധമായ കഅബാലയം കാണാൻ കഴിയുന്ന ആ ഗുഹയ്ക്കകത്തിരുന്ന് രാവും പകലും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബാദത്താണ്. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. ഇഖ്റഅ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുകൽ അക്റമുൽ ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ അധ്യായവുമായി ആകാശത്തിന്റെ വിരിമാലം ഭൂമിയുടെ മടിത്തട്ടിൽ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്തു. അവസാനം ആ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തുനബി ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാ ഓടിയത്? കുടുംബക്കാരുടെ മുന്നിലേക്കല്ല. ജീവിതത്തിൽ ഭർത്താക്കന്മാര് പഠിച്ചോ, ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചാ പോകേണ്ടത് എവിടെയാണ്? എവിടെ പോയാലാ സമാധാനം കിട്ടുന്നത്? എവിടെ പോയാലാ പരിഹാരം കിട്ടുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ. പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുന്ന ഗുഹയ്ക്കകത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ആദ്യമായിട്ട് കടന്നു വന്നപ്പോ നാം ഉംറയ്ക്ക് പോകുമ്പോ കേറിപ്പോയിട്ടുണ്ട്. പടച്ചവനെ, 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നടന്ന് മുകളിൽ കയറി പോകണം. ആ മലയുടെ മുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് പാതിരാത്രി പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. മുത്തുനബി കുടുംബക്കാരുടെ മുന്നിലല്ല പോയത്, കൂട്ടുകാരുടെ മുന്നിലല്ല പോയത്. പിന്നെ പോയത് എവിടെയെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവിയുടെ വീട്ടിലേക്കാണ് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തുനബി ഇറങ്ങി ഓടുന്നത്. പടച്ചവരെ, ഖദീജ ബീവിയുടെ വീടിന്റെ മുന്നിലെത്തി. ഖദീജ ബീവി എന്തെന്ന് ചോദിച്ചില്ല, എന്തേ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് പേടിച്ചു വിറച്ച് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അടുത്തേക്ക് വിളിച്ചിട്ട് സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിക്കുന്ന പ്രവാചകൻ പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനെ പുതപ്പിച്ചിട്ട് തന്റെ മടിത്തട്ടിലേക്ക് പിടിച്ചു കിടത്തുകയാ. ഒരു ഭാര്യതാണ്. അല്ലാഹുവിന്റെ റസൂൽ പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്തേ എന്നല്ല ചോദിച്ചത്, തന്റെ ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് തന്റെ മടിയിൽ പിടിച്ച് കിടത്തി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് പുതപ്പിച്ചു. എന്നിട്ട് മടിത്തട്ടിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ തലോടിയിട്ട് ചോദിക്കുന്നു, എന്തേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, എന്ത് പറ്റി? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ള തന്നെ പറയുന്നുണ്ട്, മുത്തുനബി തന്നെ പറയുന്നുണ്ട്, ഖദീജ ബീവി പറഞ്ഞ വാക്കെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകനെ നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നബിയേ, വല്ലാഹു യഖ്ഫീക അല്ലാഹു അബദാ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. നിങ്ങളുടെ റബ്ബൊരിക്കലും നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്നവരാ, വിധവകളെ സഹായിക്കുന്നവരാ, യതീമീങ്ങളെ സ്നേഹിക്കുന്നവരാ. തന്റെ തലയിൽ തലോടിയിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരേ ഒരു വാക്ക്,
റസൂലുള്ളാഹിയുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുകയാണ്. അവിടെന്ന് പറഞ്ഞ ഒറ്റ വാക്ക് റസൂലുള്ള മരിക്കുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ മറന്നുപോയില്ല. ഖദീജ ബീവി പറഞ്ഞു, അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് തളർന്ന ശരീരവുമായി വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എത്ര വേദനയാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാ. സാലികത്തായ പെണ്ണാരെന്നറിയുമോ? ഈ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ടൗണിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ കാത്തു നിൽക്കുകയാണ്. ശരീരം മുഴുവനും വിയർത്തൊലിച്ചുകൊണ്ട് വല്ലാതെ വേദനിച്ച് ക്ഷീണിച്ച മനസ്സുമായി ശരീരവുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ വെച്ച് ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചിട്ട് തന്റെ തലയിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ആ ഷാളിന്റെ ഒരു തുമ്പെടുത്തിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെറ്റിത്തടത്തിലും മുഖത്തിലും ഇരിക്കുന്ന വിയർപ്പ് തുടച്ചു കളഞ്ഞിട്ട് പോട്ടയിക്കാ, ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലോ. ആ ഒരു വാക്കാ സഹോദര, അങ്ങനെ ഒരു സന്തോഷം തരുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ? അവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഗുഹയുടെ മുകളിൽ നിന്ന് പേടിച്ച് വിറച്ച് മുത്തുനബി ഓടി വന്നത് എവിടെ? ഭാര്യയുടെ അടുക്കൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭർത്താവിന് പ്രയാസമുണ്ടായാൽ ആരോട് ആദ്യം പറയേണ്ടത്? ഭാര്യയോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ അധികം പേരും പറയാറില്ല, രഹസ്യം മനസ്സിൽ നോക്കും. ഭാര്യയെടുത്ത് ആരും ഒന്നും പറയാറില്ല. കാരണം ഭർത്താവ് ഭാര്യയോട് ഒന്നും പറയാറില്ല, ഭാര്യയും ഭർത്താവിനോടൊന്നും പറയാറില്ല. കാരണം പറഞ്ഞിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയണം, ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യയോട് പറയണം. ഇവിടെ ഇത് രഹസ്യങ്ങൾ പറയുന്നത് പോയിട്ട് കെട്ടിയ പെണ്ണിന്റെ അടുക്കൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ സമയമില്ലാത്തവരെ അധികം ഭർത്താക്കന്മാരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നറിയോ? പണമില്ലെന്നോ വീടില്ലെന്നോ അല്ല, പണമോ വീടോ സുഖമോ ഒന്നുമല്ല. 100-ൽ 95% പെണ്ണുങ്ങളുടെയും പരാതി, ഉസ്താദ് എൻ്റെ ഭർത്താവ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കുന്നില്ല. സത്യമല്ലേ? ഒരു 5 മിനിറ്റ് കുടുംബകലഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചേർക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചോ. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇരിക്കണം നമ്മളിൽ എത്ര പേരാ സഹോദരങ്ങളെ നമ്മുടെ ഭാര്യയോട് ഒരു 5 മിനിറ്റ് സംസാരിക്കണം? സമയമില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും, വൈകിട്ട് വീട്ടിൽ കയറി കുളിച്ചോ വല്ലതും തിന്നു, ടിവിയുടെ മുന്നിൽ ഇരിക്കെ കടന്നുറങ്ങും. അള്ളാഹു അല ആമിന, നീ വല്ലതും തിന്നോടിയെന്ന് പോലും നമ്മൾ ഈ പലരും ചോദിക്കാറില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ രാത്രി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കും അല്ലേ? ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, അപ്പൊ എന്താ? പൂമുഖവാതുക്കൽ അങ്ങനെ കണ്ടതില്ലേ? ആർക്കും അറിയത്തില്ല, എല്ലാവരും മലക്കുകളാ. നിങ്ങൾക്ക് ആർക്കാ പാട്ട്? എന്താ? സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ. പാട്ടുകാർക്ക് അങ്ങനെ പലതും പറയാം. ഓൻ്റെ പെണ്ണുമ്പോഴുടെ അവസ്ഥ എന്താണെന്ന് ഓനറിയാതിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയും മാർക്കറ്റിൽ വന്ന് കിടന്ന് 2 മണിക്ക് 3 മണിക്ക് വരുന്നയാ. ഇവിടെ വന്ന് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഒരു ഉച്ചയായി, ഉച്ച കഴിഞ്ഞു. ആ സമയത്ത് വീട്ടിലേക്ക്, ഇല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ചുമട്ടുതൊഴിലാളിയാ, ജോലി ചെയ്തിട്ട് വൈകുന്നേരം ശരീരം മുഴുവനും വേദനിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോ വീടിന്റെ കവാടത്തിൽ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കാം. ഈ ശരീരം മുഴുവനും തളർന്നു വരുന്ന ഭർത്താവിനെ വായിക്കാന്ന് പറഞ്ഞിട്ട് ആ തലയിൽ കിടക്കണ ഷാളെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട്, പോട്ടേക്കാ, മക്കൾക്ക് വേണ്ടിയല്ലേ. ഒരൊറ്റ വാക്ക് മതി സഹോദര, സർവ്വവേദനയും മറക്കാൻ. പക്ഷെ അങ്ങനെ പറയുന്നൊരു ഭാര്യ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട് നമുക്കില്ലാതെ പോയി? നമ്മൾ പിശുക്കന്മാരാ, എല്ലാ കാര്യത്തിലും പിശുക്കന്മാരാ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ മടിക്കുന്നവരാ ഞാനും നിങ്ങളും. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മളെക്കാലം വലിയ പിശുക്കന്മാര്. നമ്മൾ പറയും പള്ളിക്ക് പൈസ തരാത്തവനാ, ഓനൊന്നും അല്ല ഷാജിക്ക. അള്ളാടെ പള്ളിക്ക് പൈസ തരാത്തവനൊന്നും അല്ല പിശുക്കൻ. ഏറ്റവും വലിയ പിശുക്കൻ ആരെന്നറിയോ? സ്വന്തം പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് നോക്കി ചിരിക്കാത്തവന്മാരുണ്ട്. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി എന്നാ നിനക്കൊന്ന് പുഞ്ചിരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്താ? തന്റെ നീയുടെ നാട്ടുകാരെ കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോ ഐഷാത്ത സുഖമല്ലേ, എന്തൊക്കെയല്ലേ,
കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോ ചിരിയും കളിയും, ഓ എന്താ വിശേഷമൊക്കെ, അല്ലാഹു അലം. വേറെണ്ണത്തിന് വീട്ടിൽ കെട്ടിയിട്ടുണ്ട്. വീട്ടിൽ വിവാഹം കഴിച്ച് മഹർ കൊടുത്ത് കൊണ്ടുവന്ന അല്ലാഹു ഹലാലാക്കി തന്ന ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ മുഖത്ത് നോക്കി നിനക്കൊന്ന് പുഞ്ചിരിച്ചാലെന്താ? സ്നേഹത്തോടെ ഒന്ന് നോക്ക്. അതന്നെയല്ലേ പെണ്ണിന്റെ പരാതി. നീ നോക്കിയാലല്ലേ എടാ ചങ്ങായി ഒരു പാല അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ? നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരു പ്രതികരണം ഉണ്ടെങ്കിലല്ലേ നിന്റെ ഭാര്യക്ക് തിരിച്ചുണ്ടാകൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നബി സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, ഇന്ന റജുലൻ ഇദാ നദറ ഇല ഇംറഅതിഹി വനദറതു ഇലൈഹി നദറല്ലാഹു തആല ഇലൈഹിം നദറത റഹ്മാ. നബി പറയുന്നത് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങണോ, പടച്ചവന്റെ കാരുണ്യം നിന്റെ വീടിന്റെ അകത്തിറങ്ങണോ, നിനക്ക് സന്തോഷം വേണോ, നിനക്ക് സമാധാനം വേണോ, ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ, സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അത് 21 വയസ്സുള്ളവളാകട്ടെ, അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ 55 അല്ലെങ്കിൽ 60 70 വയസ്സുള്ള തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ രോഗം പിടിച്ച് കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന പെണ്ണാകട്ടെ ഭർത്താവാകട്ടെ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാ ആ വീട്ടിലേക്ക് പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുകയാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പെരുമഴ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. എന്ത് ചെയ്തപ്പോ? നിസ്കരിച്ചപ്പെടല്ല, സദഖ കൊടുത്തപ്പെടല്ല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പെടല്ല, യതീമീങ്ങളെ സഹായിച്ചപ്പെടല്ല, അള്ളാന്റെ പള്ളിക്ക് സദഖ കൊടുത്തതിന്റെ പ്രതിഫലമല്ല. നീ വിവാഹം കഴിച്ച് ഹലാലായ മഹർ കൊടുത്ത് കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നീ ഒന്ന് നോക്കിയാൽ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ വീട്ടിലേക്ക് പടച്ചറബിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പെയ്തിറങ്ങുകയാണ്. പടച്ചറബ് നിനക്ക് റഹ്മത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിനക്ക് ലഭിക്കുകയാണ്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിച്ചാ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടല്ലോ, നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് സ്നേഹത്തോടെ നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് നിനക്ക് പിടിക്കാൻ കഴിയോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യില് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ച നാട്ടുകാര് കാണാനല്ല, കുടുംബക്കാര് കാണാനല്ല, മക്കള് കാണാനല്ല, പടച്ചറപ്പ് കാണാൻ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ച നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തില്ലേ? കൈകൊണ്ട് പിടിക്കരുതെന്ന് പടച്ചറബ് പറഞ്ഞ പലതും നീ പിടിച്ചില്ലേ? പലതും നീ എടുത്തില്ലേ? പലതും നീ ചെയ്തില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ച ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നിനക്ക് ചിരിക്കാൻ മനസ്സില്ലല്ലോ, അതാ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാറ്, സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കാറ് ഇന്ന് പല ഭർത്താവിനും ഭാര്യയ്ക്കും കഴിയുന്നില്ലല്ലോ. നാട്ടുകാരെ കാണുമ്പോ അന്യവന്റെ ഭാര്യയെ കാണുമ്പോ എനിക്കും നിങ്ങൾക്കും ചിരിക്കാനും തമാശ പറയാനും ഒരുപാട് സമയമുണ്ടല്ലോ. എങ്കിലും മുത്തുനബിയല്ലേ പറയുന്നത്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാല്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? 3 കഷ്ടം വെള്ള തുണിയിൽ പുതച്ച് കിടത്തുന്ന ഒരു സമയമുണ്ടല്ലോ. അസ്റായിൽ എന്ന്
പറയുന്ന മലക്കുമാടി വിളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, മരണത്തെ നേരിട്ട് കാണുന്ന സമയമുണ്ടല്ലോ. ഈ പായിപ്പാട് പള്ളിയിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവനും നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ച ഭർത്താവ്, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച പെണ്ണ് മരിച്ചു കിടക്കുമ്പോഴും കാണാ സഹോദരാ, നിന്റെ മുഖത്താ പുഞ്ചിരി കാണാ സഹോദരാ. അതുകൊണ്ട് നീ സമയം കണ്ടെത്ത്, നിന്റെ ഭാര്യയോട് സംസാരിക്കൂ. അവളുടെ മുഖത്ത് നോക്കിയാ നിന്റെ ടെൻഷൻ മാറണം, നിന്റെ പ്രയാസം മാറണം. അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് നിനക്ക് ഭാര്യയായി കിട്ടേണ്ടത്. അവളാണ് സാലിഹത്തായ ഭാര്യ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ പേടിച്ച് വിറച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് അവിടെന്ന് പറയുന്നു, ആര് കൈവിട്ടാലും അല്ലാഹ് നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ യതീമീങ്ങളെ സ്നേഹിച്ചവരാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, വിധവകളെ സഹായിക്കുന്നവരാണ്. ഒരിക്കലും പടച്ച റബ്ബ് നിന്നെ കൈവിടില്ല എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത ഭാര്യ, പടച്ചവനെ അവളാണ് ഭാര്യ. അങ്ങനെയുള്ള പെണ്ണാണ് സാലിഹത്തായ ഭാര്യ. ഏതു ഭർത്താവാ മറക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനാ ഖദീജാനെ മറന്നില്ലല്ലോ, മരിക്കുന്ന കാലം വരെ മറന്നില്ലല്ലോ. ഖദീജയാരാ? ഖദീജയാരാ? അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ ഭക്ഷണവുമായിട്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു പോകുന്ന ഭാര്യയോട് റസൂലുള്ള പറയുന്നു, ഖദീജ ജിബ്രീൽ ഇപ്പ വന്നിട്ട് പോയതേ ഉള്ളൂ, ജിബ്രീൽ വന്നിട്ട് പോയതേ ഉള്ളൂ. എന്തിനാണ് ജിബ്രീൽ വന്നതെന്നറിയുവോ? എന്തിനാണ് ജിബ്രീൽ വന്നതെന്നറിയുവോ? ഖദീജ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുകയാ. തങ്ങളുടെ മുന്നിൽ ഭക്ഷണവുമായി കടന്നുപോയ ഭാര്യയോട് റസൂലുള്ള പറയുന്നു, ഖദീജ അല്ലാഹു നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു, ജിബ്രീലും നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ സലാം ഖദീജയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സ്വാലിഹത്തായ ഭാര്യയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുവോ? ഭർത്താവ് അവളുടെ മുഖത്ത് നോക്കിയാൽ സർവ പ്രശ്നങ്ങളും തീരുകയാണ്, സർവ ടെൻഷനുകളും തീരുകയാണ്. ആ പെണ്ണിന്റെ മുഖം കണ്ടാൽ ഭർത്താവിന് സമാധാനം കിട്ടുന്നുണ്ടോ? ആ പെണ്ണാണ് സാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ എങ്ങനെയായിരുന്നു? മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്ക്. ഖദീജ ബീവിയോട് മാത്രമായിരുന്നില്ല പ്രവാചകൻ ഇങ്ങനെ, എല്ലാ ഭാര്യമാരോടും ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരോടും സ്നേഹമായിരുന്നു, ഒരാളോടും പ്രവാചകന് വേർതിരിവില്ലായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറയുന്നു, മുത്തുനബിയെ പോലെ ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവേ, എന്റെ ഭർത്താവിനെ പോലെ പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ. എന്തൊരു കളിയും തമാശയുമായിരുന്നെന്നറിയുമോ? നമ്മൾ ഇന്ന് വിവാഹം കഴിച്ചാൽ ടെൻഷനാണ്, പ്രയാസമാണ്, വീട്ടിലേക്ക് കടന്നു പോകാൻ മടിയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുന്നത് തന്നെ ദേഷ്യമാണ്, ഭർത്താവിന് ഭാര്യയെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. ഒരു കട്ടിലിന്റെ അപ്പുറവും ഇപ്പുറം പടച്ചവനെ ഒരു പുതപ്പിന്റെ കീഴിൽ രണ്ടു മനസ്സുമായി കിടക്കുന്ന ഭാര്യയും ഭർത്താവ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എടുത്തു നോക്ക്, മുത്തുനബിയുടെ ജീവിതം എടുത്തു നോക്ക്. ഭാര്യയുടെ കൂടെ ഓട്ട മത്സരം കളിച്ച നബിയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര്? നമുക്ക് സമയമുണ്ടോ? നമുക്ക് പെണ്ണുമ്പിള്ളയെടുത്ത് സംസാരിക്കാൻ സമയമില്ല.